സന്തോഷം ഇതാണ് കേട്ടോ. ഡാൻസ് സ്കൂളിലെ ഓണാഘോഷ പരിപാടിയായിരുന്നു ഇന്ന്. അപ്പോൾ ഇതെന്താ സെറ്റ് സാരി ഒന്നും ഇല്ലാത്ത ഓണാഘോഷമായിട്ടൊന്ന് ചോദിക്കരുത്. കല്യാണം ഉണ്ടായിരുന്നു ഇന്ന്. ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അവിടെ ചെന്നപ്പോഴത്തേക്കും ഓണാഘോഷം തുടങ്ങി കഴിഞ്ഞിരുന്നു. സീനിയേഴ്സ് എൻ്റെ കൂടെ ഉള്ളവരാരും ഇല്ലായിരുന്നേ. അപ്പോൾ അവിടെ എന്തായാലും ചെന്നപ്പോഴത്തേക്കും ഇതാ കസേര കളിയും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതായി നിൽക്കുന്നു. മിഠായി പെറുക്കൽസ്, കസേര കളി, പണ്ടത്തെ കുറേയധികം ഗെയിമുകൾ വീണ്ടും ഇതൊക്കെ കാണാനും എനിക്കതിൽ പങ്കെടുക്കാനും സാധിച്ചു. ഇത് എൻ്റെ പൊന്നോ ചിരിച്ചടപ്പ് തെറിച്ചൊരു ഗെയിമാണ്. ഇതിൽ ഞങ്ങളുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് ഫുള്ള് വീഡിയോ നിങ്ങൾ കാണണം. അടിപൊളിയാണ്. ഓണാഘോഷം എന്നൊക്കെ വെച്ചാൽ ഇത് തന്നെയാണ്. നമ്മൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എല്ലാ ഗെയിമിലും പോയി എങ്ങ് തല വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാവരുടെയും ചിരിച്ചുണ്ടല്ലോ അവരെല്ലാവരും എന്നെ കളിയാക്കുന്നത് കണ്ടോണം. സത്യം പറഞ്ഞാൽ എനിക്കും എൻ്റെ ഇത് വീഡിയോ കണ്ടിട്ട് ചിരി വന്നു. എനിക്കിപ്പോൾ ഡബ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എൻ്റെ ഈ ഒരു ഗെയിം കണ്ടിട്ട്. രാമനാഥൻ എവിടെ? അതെ വെള്ളം വെള്ളം എന്നൊക്കെ അവരവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. മറ്റേ നാഗവല്ലി മനോഹരി, എൻ്റെ രാമനാഥൻ എവിടെ? തപ്പി പോവുകയാണ് ഞാൻ. എന്തായാലും അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി അടുത്ത ടീച്ചർ വരുന്നുണ്ട്. അതിനകത്ത് ഒരു കുട്ടി നന്നായിട്ട് ചെയ്തു കേട്ടോ. ഒരാളല്ല, 1-2 പേര് നന്നായിട്ട് ചെയ്തു കേട്ടോ. പിന്നെ അവിടെ അത്തപ്പൂ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം അടിപൊളിയായിരുന്നു. ഫുള്ള് വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം. നമുക്ക് ഇതൊക്കെ അല്ലേ ഒരു എന്താ പറയുക ഓർമ്മകൾ. നമ്മളെ ടീച്ചർ വരുന്നുണ്ട്. ഓക്കെ വന്നോളൂ. അതെ, കറക്റ്റ് വഴിയിലാണ് വരുന്നത്. പോരട്ടെ ആർപ്പോ ദാദാ വന്നു നമ്മള്. പിടിച്ചോ ഇത് തന്നെ വഴി. പിടിച്ചോ. ജയിച്ചിരിക്കുന്നു. ഞങ്ങളല്ലേ ആൾക്കാർ, ഒരൊറ്റ മനുഷ്യരെയും അവരെ വെറുതെ ഇരുത്തിയില്ല. അമ്മമാരെ സഹിതം പിള്ളേരുടെ അമ്മമാരെ എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെയല്ലേ ഒരു രസം. എല്ലാവരെയും പിടിച്ച് ഗെയിമിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ചു. അടിപൊളിയാക്കി. നമ്മുടെ അന്നത്തെ ദിവസം 5 മണി വരെയൊക്കെ ഉണ്ടായി ഗെയിം കേട്ടോ. കാരണം അത്രയും സമയം ഞങ്ങൾക്ക് ഒരു മടുപ്പും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്തു ആ ഒരു ദിവസം എന്നുള്ളത്. ഒത്തിരി ഗെയിമുകൾ കളിച്ചു, പക്ഷെ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. രസകരമായിട്ടുള്ള കുറച്ച് സംഭവം. പിന്നെ അന്നേരം ഞങ്ങൾ അപ്പോൾ മാത്രം ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു മെഗാ തിരുവാതിര. കാരണം ടീച്ചർ അപ്പോൾ പറയും, നമുക്കൊരു തിരുവാതിര കളിക്കാം, എന്നാ വാ എന്നും പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയ തിരുവാതിരയാണ് കേട്ടോ. നിങ്ങളിത് ഫുള്ള് വീഡിയോ കാണണം. ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് തെറ്റുന്നുണ്ട്, അതൊന്നും കാര്യമല്ല. പക്ഷെ ചെയ്തു എന്നതിലാണ് ഞങ്ങൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ തിരുവാതിര വരെ ഞങ്ങൾ കളിച്ചിട്ടാണ്. പിന്നെ വടംവലി ഉണ്ടായിരുന്നു, അതും രസകരമായിരുന്നു. അപ്പോൾ അതാ നിങ്ങൾ തിരുവാതിര കാണും കേട്ടോ.
അതിലെ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടു, നല്ല രസമാണ്. അവർ ഹാപ്പി ആയിരുന്നു കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. സത്യം പറഞ്ഞാൽ അവരുടെ ആയിരുന്നു ഓണാഘോഷം. തകർത്തു ഞങ്ങൾ. നിക്കാ തിരുവാതിര, പിന്നെ എന്ത് വേണം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സാരിയെ ചവിട്ടി സാരിയെല്ലാം പോയി. എൻ്റെ പൊന്നോ, അപ്പുറത്തൂടെ വശത്തൂടെ വരുമ്പോൾ എൻ്റെ വീഡിയോ വരും. അപ്പോൾ എനിക്ക് ടെൻഷനാണ്, എൻ്റെ സാരി താഴെ കിടക്കുക. എന്നാലും ഞാൻ വെറുതെ വിട്ടില്ല. ഇത് ഫുള്ള് ഞങ്ങൾ കളിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇറങ്ങിയത്. അതായിരുന്നു മെഗാ തിരുവാതിര. തകർത്തു, ഞങ്ങൾ തകർത്തു.
പിന്നെ നമ്മുടെ സ്പൂൺ നാരങ്ങയില്ലേ, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ ഈ ഓണാകുമ്പോഴാണല്ലേ ഇതൊക്കെ പൊടി തട്ടി എടുക്കുക. ഈ ഓഫീസുകളിലും ഒക്കെ ഇപ്പോൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് പിള്ളേർക്ക് ഭയങ്കര സത്യമായിട്ടുള്ള സന്തോഷം കൊടുക്കുന്ന കുറേ ഗെയിമുകളൊക്കെയാണ് കേട്ടോ. ഞാനത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു പിള്ളേർ. നമ്മുടെ അടുത്ത ഗ്രൂപ്പിൻ്റെ കസരകളിയാണ്. അത് നല്ല രസമായിരുന്നു കേട്ടോ. അതിനകത്ത് നമ്മുടെ അതുല്യ കുട്ടിയാണെന്ന് തോന്നുന്നു ഫസ്റ്റ് അടിച്ചത്. അവൾ 2-3 ഫസ്റ്റ് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഓണമായിട്ട്. ഇതാണ് ആ ഗ്രേ കളറിലെ അതുല്യാന്ന് തോന്നുന്നു ഫസ്റ്റ് അടിച്ചത്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ഇത് കാണണം. അടിപൊളി ഗെയിമാണ് കസേരകളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ബോഡി പെയിൻ ഒക്കെ ഉള്ള കാരണം ഞാനതിനകത്ത് കയറില്ല. പക്ഷെ ഞാൻ കയറാത്തതിന് വേറൊരു കാരണമെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരില്ലല്ലോ. അപ്പോൾ അവളുമാരുണ്ടെങ്കിൽ എനിക്ക് ഒരു രസമുള്ളൂ. അവളുമാരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ പ്രതീക്ഷിക്കാം, മിക്കവാറും ചിലപ്പോൾ. ഇതെന്തായാലും അവരില്ലാത്തതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടല്ല, എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലാം നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എല്ലാം അങ്ങോട്ട് സന്തോഷിക്കുക. സിനിമ പാട്ട് ഇട്ടേക്കുന്നതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്തത്. അല്ലെങ്കിൽ അവിടെ ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളിയായിട്ട് ആർപ്പോ റോ എന്തൊക്കെയായിരുന്നു ആക്കണ്ട. ഇവിടെ ഭയങ്കര ചിരി വേളമുണ്ട്. പക്ഷേ പാട്ടുള്ളതുകൊണ്ട് മ്യൂട്ട് ചെയ്തേക്കാണ്. അതുകൊണ്ടാണ് കേട്ടോ. ലൈനിൽ കൂടെ 10 വട്ടം നടക്കണോ? അയ്യോ, ഇതെപ്പോ വന്ന് കണ്ടില്ലായിരുന്നു കൊച്ചിനെ. ഇതെങ്ങനെ? പിന്നെ ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പ്രാവശ്യം നമ്മൾ ഒരു വരയെ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങും, കുഞ്ഞിനെ നിന്ന് കറങ്ങും. എന്നിട്ട് അടുത്ത വരയിൽ പോയി നിന്നിട്ട് അവിടെ വന്ന് 10 പ്രാവശ്യം കറങ്ങണം. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു
കേട്ടോ, അത് അവർക്ക് പറ്റിയില്ല. അത് തല ഇങ്ങനെ ഇങ്ങനെ കറങ്ങുമല്ലേ, അത് പറ്റിയില്ല കേട്ടോ. അത് രസമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കടുംപിടിച്ച ഗെയിമുകളും ഞങ്ങൾ കളിച്ചു. നോക്കണം അയ്യോ പോയി തീർന്ന. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ നമ്മുടെ കൊച്ചു പിള്ളേരുടെ ഓണപ്പാട്ടിൻ്റെ ആ പാട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേർ ടീച്ചർ ചിലപ്പോൾ റീൽസിലും നമ്മുടെ SR ഡാൻസ് സ്റ്റുഡിയോയുടെ പേജിൽ അത് കാണുമായിരിക്കും. അപ്പം അങ്ങനെ അത് അടിപൊളി. കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇതായിരുന്നോ വൈറലായ ടീച്ചർ? സത്യം പറഞ്ഞാൽ ഇങ്ങനെ ടീച്ചേഴ്സ് എല്ലായിടും ഉണ്ട്. പിന്നെ റീൽസിനകത്തൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ കുറേ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തുമല്ലോ. ടീച്ചറാണത് കാണിക്കുമ്പോൾ അതേപോലെ ചെയ്യാണ്. കാരണം ഒരു ദിവസത്തെ പ്രാക്ടീസൊക്കെ അല്ലേ ഉള്ളൂ, പെട്ടെന്നല്ലേ തീരുമാനം. ടീച്ചറിന് വയ്യായിരുന്നു. ടീച്ചറിൻ്റെ നടുവിന് എന്തോ പ്രശ്നമായിട്ട് കുറേ ക്ലാസ്സൊക്കെ മിസ്സായിട്ട് ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല രീതിയിൽ ആഘോഷിക്കാനിരുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ പായസം ഉണ്ടായിരുന്നു. സദ്യ കൊല്ലം ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പായസമൊക്കെ കുടിച്ചു, മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തകർത്തു. പിന്നെയാണ് ഞങ്ങൾ വടമലിക്കാനായിട്ട് പുറത്തു പോയി. അപ്പോഴത്തേക്കും മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ മുട്ടനൊരു മഴ അങ്ങ് പെയ്തു. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം. അടിച്ച് പൊളിച്ചു.